ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധു ദേവികയെ വിളിച്ച് പറയുകയാണ്, എനിക്ക് നല്ല സംശയമുള്ളത് ശരത്തിനെയാണ്. ശരത്ത് അന്നേ ദിവസം വീട്ടിലില്ലായിരുന്നു, അവൻ എവിടെയായിരുന്നു? ഇതിനുള്ള ഉത്തരമാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദേവിക പറയാണ്, പ്രിയയെ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പ്രിയ ഇവിടെ ഉള്ളതാണ് എനിക്കുള്ള ആകെ ആശ്വാസം. പിന്നെ ഒരു സമാധാനമുള്ളത് അമ്മയ്ക്കും മുത്തശ്ശിക്കും പ്രിയ ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു ദേഷ്യവുമില്ല. അതാണിപ്പോൾ ആകെ ഒരു ആശ്വാസമുള്ളത്. അവരെ വിശ്വസിക്കൊന്നും വേണ്ട, അവരുടെ നിലപാട് ഏത് സമയവും മാറാവുന്നതേ ഉള്ളൂ. നീ ഇപ്പോൾ ശരത്തിനെയാണ് സൂക്ഷിക്കേണ്ടത്. അവനെ നീ എപ്പോഴും വാച്ച് ചെയ്യണം. അവനെ വാച്ച് ചെയ്യുന്നത് അവന് തോന്നാനും പാടില്ല. എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു പഴുത് അവനെതിരെ കിട്ടാതിരിക്കില്ല. അന്ന് നമ്മൾ അവനെ പൂട്ടും. അതുവരെ നീ നല്ലതുപോലെ ശ്രദ്ധിക്കണം ദേവിക. കാരണം നിത്യ പോയി, ഇനി അടുത്തത് ദേവിക ആവരുത്. അപ്പോൾ ദേവിക പറയണേ, ഇല്ല സിദ്ധു, എന്നെ അവനൊന്നും ചെയ്യില്ല. എനിക്ക് എന്നെ സൂക്ഷിക്കാൻ അറിയാം. അവൻ്റെ ഒരു ഉദ്ദേശവും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവികയും സിദ്ധുവും ഫോൺ വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ പാർവതിയുടെ അടുത്തേക്ക് പ്രിയയും ദേവികയും ചെല്ലാണ്. അപ്പോൾ പാർവതി നിത്യയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് പ്രിയ ഹോസ്റ്റലിലേക്ക് പോകുന്നതിനെ കുറിച്ച് പാർവതിയോട് സംസാരിക്കുകയാണ്. അത് കേട്ടപ്പോൾ പാർവതി പറയണ, മോളെ നീ എന്തിനാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്? നീ അത് വെക്കേറ്റ് ചെയ്തേക്ക്, നിനക്ക് ഇവിടെ താമസിക്കാം. നീ ഇവിടെ താമസിച്ചാൽ മതി. അയ്യോ അമ്മേ, അത് ശരിയാവില്ല. എന്താ ശരിയാവായിക? നിനക്ക് ഇവിടെ താമസിച്ചൂടെ? ഞാൻ നിന്നെ കാണുന്നത് നിത്യമോളായിട്ടാണ്. നീ നിത്യയ്ക്ക് പകരമാവില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നിന്നെ കാണുമ്പോൾ എനിക്ക് വലിയ ആശ്വാസമാണ് തോന്നുന്നത്. നീ എന്തിനാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്? ഇവിടെ വീടുള്ളപ്പോൾ സ്വന്തം അമ്മമാരാരെങ്കിലും മക്കളെന്നെ ഹോസ്റ്റലിൽ താമസിക്കാൻ അനുവദിക്കില്ലല്ലോ. അതുകൊണ്ട് മോൾ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് പാർവതി പ്രിയയെ നിർബന്ധിക്കുകയാണ്. എന്നിട്ട് പാർവതി ദേവികയോട് പറയണ, നീ പറഞ്ഞില്ലേ പ്രിയയോട് ഇവിടെ നിൽക്കാൻ? ആ അമ്മേ, ഞാൻ പറഞ്ഞതാണ് പ്രിയയോട് ഇവിടെ നിൽക്കാൻ വേണ്ടി. പിന്നെ എന്താ മോളെ, നീ പറഞ്ഞത് അനുസരിക്കാത്ത? നിനക്ക് ഇഷ്ടമുള്ള കാലം വരെ നിനക്ക് ഇവിടെ താമസിക്കാം. നിന്നെ ആരും ഇറക്കി വിടില്ല. നീ ഇപ്പോൾ അമ്മ പറയുന്നത് തൽക്കാലം അനുസരിക്ക്. നീ ഇപ്പോൾ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് ഇവിടേക്ക് വരണം. ഉച്ചയാകുമ്പോഴത്തേനും നീ തിരിച്ചെത്തണം. നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് ഒരു വരവ് വരും. എന്നിട്ട് നിന്നെ ഹോസ്റ്റലിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുവരും. അപ്പോൾ അത് എന്നെ കൊണ്ട് ചെയ്യിക്കരുത് എന്ന് പറഞ്ഞ് പാർവതി പ്രിയയെ നിർബന്ധിക്കുകയാണ് കേട്ടോ. അത് കേട്ടതോടുകൂടി പ്രിയയ്ക്ക് പിന്നെ ധർമ്മസങ്കടമാവുകയാണ്. അങ്ങനെ പ്രിയ, ചേച്ചി ഒന്ന് ഈ വന്നേ എന്ന് പറഞ്ഞ് ദേവികയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. ഇത് ശരിയാകുമോ? ഇത് ആകെ കുഴപ്പമാവുമല്ലോ, ഇത് പ്രശ്നത്തിലാവും. എൻ്റെ ഏട്ടനും എൻ്റെ വീട്ടുകാരൊന്നും ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. അവരിപ്പോൾ എന്നെ ജോലിക്ക് ഇവിടേക്ക് വിട്ടത് ദൂരമായതുകൊണ്ടാണ് എന്നെ ഹോസ്റ്റലിൽ നിർത്താൻ അവർ സമ്മതിച്ചത്. അല്ലാതെ ഞാൻ ഇവിടെ വന്ന് നിൽക്കാനൊന്നും എൻ്റെ വീട്ടിലുള്ളവർ സമ്മതിക്കില്ല. അപ്പോൾ ദേവിക പറയണേ, നിനക്ക് ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നിൻ്റെ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് ഞാൻ ഏറ്റു. നിൻ്റെ ഏട്ടനല്ലേ നിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നിൻ്റെ ഏട്ടനെ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് ഞാൻ നിൻ്റെ ഏട്ടനോട് സംസാരിച്ച് സമ്മതിച്ചോളാം. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? എനിക്കിവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആ ശരത്തിനെയാണ്. ശരത്തിനെ കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് ഉദ്ദേശിച്ച് ചോദിച്ചതാണ്. ഇല്ല, അവൻ്റെ ഒരു വേലത്തരവും എൻ്റെ അടുത്ത് നടക്കില്ല. എനിക്ക് ശരത്തിനെ കുറിച്ച് ഒരു പേടിയുമില്ല. എങ്കിൽ നീ ഇവിടെ നിൽക്കാൻ വേണ്ടി നീ സമ്മതിക്കണം. നിൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്നും സമ്മതം വാങ്ങിക്കാൻ എനിക്കറിയാം. നീ പോയി ഹോസ്റ്റലിൽ നിന്നും റൂം വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ പ്രിയ പറയണേ, എങ്കിൽ ചേച്ചി കൂടി എന്നോടൊപ്പം വരണം. എനിക്ക് ഒരു ധൈര്യത്തിനാണ്. അതിനെന്താ, ഞാൻ വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പ്രിയയുടെ ഏട്ടനെ കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് ചന്ദ്രവിഷ്ണുവിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോവാട്ടോ. അപ്പോൾ സിദ്ധു വരികയാണ്. നീ എവിടേക്കാണ് പോകുന്നത്? ഞാൻ കോടതിയിലേക്കാണ്. നീ എന്തിനാ കോടതിയിലേക്ക് പോകുന്നത്? അതെ, ഞാനൊരു വക്കീലാണ്. അപ്പോൾ കോടതിയിലേക്കൊക്കെ പോവേണ്ടി വരും. നീ അതിന് കേസില്ല വക്കീലല്ലേ, നിനക്കെന്താ അവിടെ പോയി കാര്യം? എനിക്കിപ്പോൾ വിഷ്ണുവിനെ പോയി കാണണം. വിഷ്ണുവിനെ പുറത്തിറക്കാനുള്ള വഴികൾ എനിക്ക് നോക്കണം. നീ എന്തിനാണ് വിഷ്ണുവിനെ പുറത്തിറക്കാൻ നോക്കുന്നത്? അവനെ പോലത്തെ ഒരു ക്രിമിനലിനെ പുറത്തിറക്കാനൊന്നും നീ ശ്രമിക്കേണ്ട. അത് വക്കീലന്മാർക്കും കൂടി നാണക്കേടാണ്. സാഹചര്യം കൊണ്ട് ചില ആളുകളൊക്കെ ക്രിമിനലുകൾ ആവുന്നതുണ്ട്. പക്ഷേ ഇവൻ അങ്ങനെയല്ല. ഇവൻ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ ചതി ചെയ്തത്. അതുകൊണ്ട് നീ അവനെ രക്ഷിക്കാനൊന്നും പോവേണ്ട. അപ്പോൾ ചന്ദ്ര പറയണേ, ഞാൻ സിദ്ധുവേട്ടൻ പറയുന്നതൊന്നും അനുസരിക്കില്ല. കാരണം സിദ്ധുവേട്ടൻ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ലല്ലോ. ഭാര്യയായിട്ട് ഞാൻ ഉള്ളപ്പോൾ ആ ദേവികയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളല്ലേ. അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. പിന്നെ വിഷ്ണുവിനെ പുറത്തിറക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അവനെ പുറത്തിറക്കാൻ മറ്റാരുമില്ല. ഞാൻ അവൻ്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവനെ പുറത്തിറക്കുക തന്നെ ചെയ്യും. അപ്പോൾ സിദ്ധു പറയണ, നീ കൂടുതൽ ഭാര്യ പദവിയൊന്നും പറയണ്ട. നീ എങ്ങനെയാണ് എൻ്റെ ഭാര്യ ആയത് എന്നുള്ളത് നിനക്ക് നല്ലതുപോലെ അറിയാലോ. ദേവികയെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചതിയിലൂടെയല്ലേ നീ എൻ്റെ ഭാര്യ ആയത്. അതുകൊണ്ട് നീ കൂടുതലൊന്നും ഭാര്യസ്ഥാനത്തെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പോൾ ചന്ദ്ര പറയണേ, നിങ്ങളും കൂടുതൽ സംസാരിക്കേണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും.
ഞാൻ വിഷ്ണുവിനെ പുറത്തിറക്കുക തന്നെ ചെയ്യും. ഞാൻ സിദ്ധുവേട്ടൻ പറയുന്നത് അനുസരിക്കില്ല എന്ന് പറഞ്ഞ് ധിക്കരിച്ചുകൊണ്ടാണ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴത്തേക്കും പ്രേം അവിടേക്ക് വരികയാണ്. നീ എന്തിനാടാ വെറുതെ അവളെ തടയാൻ നിൽക്കുന്നത്? അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ. പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കാനും പോകുന്നില്ല. പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നത് കൊണ്ട് നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ കൂടുതൽ നിത്യയുടെ കേസിൻ്റെ കാര്യത്തിലും വേണ്ടി നീ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പിന്നാലെ ഓടി നടക്കുകയൊന്നും വേണ്ട. കാരണം ആ വീട് ഒരു ദുർമരണം പെട്ട വീടാണ്. അതുകൊണ്ട് അവിടെ എന്തോ പ്രശ്നമുണ്ട്. ആ വീടിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അത് കേട്ടപ്പോൾ സിദ്ധുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സിദ്ധു പറയും, എന്താ ചേച്ചി പറഞ്ഞത്? ആ വീടുമായിട്ട് കൂടുതൽ അടുപ്പം വേണ്ടാന്നോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ളത് മരണപ്പെട്ടു പോയ സുധിയേട്ടൻ്റെ ഹൃദയമാണ് എങ്കിൽ ഈ ഹൃദയം അങ്ങ് തിരിച്ചു കൊടുക്കാം. അത് പിന്നെ നമുക്കറിയില്ലല്ലോ ദുർമരണപ്പെട്ടതാണെന്ന്. ഇപ്പോൾ അറിയാമല്ലോ, അപ്പോൾ ഇപ്പോൾ തിരിച്ചു കൊടുക്കുക. അതെന്താ സിദ്ധു നീ അങ്ങനെ പറയുന്നത്? ചേച്ചി ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. നിത്യ എൻ്റെ അനിയത്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി എന്നെ വെറുതെ തടസ്സം നിൽക്കാനൊന്നും നിൽക്കരുത്. ചേച്ചി എന്നോട് ഒരിക്കലും ഇത് പറയാൻ തന്നെ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധു അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ രംഗനും അച്ഛനും പറയാണ്, പ്രേമ ഒരിക്കലും സിദ്ധുവിനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നീ എന്നോട് ഒരു തവണ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്നോട് അന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാണ് വീണ്ടും സിദ്ധുവിനോട് ഇക്കാര്യം പറയാൻ പോയത്? പിന്നെ ഞാൻ ആ വീട്ടിൽ എന്തൊക്കെയോ ദോഷമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ വീടിനും ദോഷമുണ്ടല്ലോ എന്ന് അച്ഛൻ പറയാണ്. ഈ വീട്ടിൽ തന്നെ എന്തെല്ലാം പ്രശ്നമുണ്ടായി, സിദ്ധുവിൻ്റെ ഹൃദയം വരെ മാറ്റി വെക്കേണ്ടി വന്നില്ലേ? അതുകൊണ്ട് ഇനി മേലിൽ സിദ്ധുവിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. അപ്പോൾ രംഗനും പറയണേ, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, നിനക്ക് മനസ്സിലായില്ലേ? ഇനി മേലിൽ സിദ്ധുവിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പ്രേമയോട് മിണ്ടാതിരിക്കാൻ പറയണം. പിന്നീട് ശരത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ മുത്തശ്ശിയും പാർവതിയും വിഷമത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എവിടേക്കാണ് നീ പോകുന്നത് എന്ന് ശരത്തിനോട് ചോദിക്കുമ്പോൾ, ഞാൻ സ്റ്റേഷനിലേക്കാണ്. നിത്യയുടെ കേസിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ച് അവർ കണ്ടെത്തിയോ എന്ന് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മുത്തശ്ശി പറയണ, അവരന്വേഷിച്ച് ഇതുവരെയും ഒരു തുമ്പും കണ്ടെത്തിയിട്ടില്ലല്ലോ. അങ്ങനെ നിസ്സാരമായിട്ടൊന്നും മുത്തശ്ശി പോലീസുകാരെ കാണണ്ട. നമ്മുടെ പോലീസുകാരും മിടുക്കന്മാർ തന്നെയാണ്. അവരത് കണ്ടുപിടിച്ചോളും. ഇനിയിപ്പോൾ അവർ കണ്ടുപിടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്ന് പാർവതി പറയണ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അവർ കണ്ടുപിടിച്ചാൽ അവർക്ക് നന്ന്, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ അങ്ങ് പോവും എന്ന് പറഞ്ഞതോടുകൂടി ശരത്തങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എൻ്റെ മോളുടെ മരണത്തെക്കുറിച്ച് മാത്രമല്ല, എൻ്റെ മോൻ്റെ മരണത്തിൻ്റെ കുറിച്ചും അന്വേഷിക്കാൻ ഞാൻ CBIയോട് ആവശ്യപ്പെടും. രണ്ട് മക്കളെയും നഷ്ടപ്പെട്ട ഒരു അമ്മയായതുകൊണ്ട് ഉറപ്പായും കോടതി എൻ്റെ ആവശ്യം അംഗീകരിക്കുകയും CBI വന്ന് അന്വേഷിക്കുകയും ചെയ്യും. അവർ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്യും. ആരാണ് പ്രതി എന്ന് അവർ കണ്ടുപിടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് പതർച്ചയോടുകൂടി പറയണ, ആരാണ് അമ്മയോട് പറഞ്ഞത് CBI വന്നാൽ എല്ലാം കണ്ടുപിടിക്കുമെന്ന്? അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. നമ്മുടെ സംസ്ഥാന പോലീസ് തന്നെ മിടുക്കന്മാരാണ്. അവർ തന്നെ കണ്ടുപിടിക്കും. ഇനിയിപ്പോൾ അവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കും. അപ്പോൾ മുത്തശ്ശി പറയാൻ, നീ അതിന് പോലീസൊന്നുമല്ലല്ലോ. പക്ഷേ മുത്തശ്ശി, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്ന് കേട്ടിട്ടുണ്ടോ മുത്തശ്ശി? ഞാൻ അവരെ രംഗത്തിറക്കും. ഉറപ്പായും കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അപ്പോൾ പാർവതി പറയണേ, എങ്കിൽ ഇപ്പം തന്നെ ചെയ്തൂടെ മോനെ? അയ്യോ അതമ്മേ ഇപ്പം പറ്റില്ല. കാരണം അവരന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ മിണ്ടാതിരിക്കും. പിന്നെ പോലീസുകാർ പ്രതിയെ പിടിക്കുകയും അതിനുള്ള തെളിവുകൾ നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അവരെ വെറുതെ എന്തിനാണ് ദേഷ്യം പിടിപ്പിക്കുന്നത്? അതുകൊണ്ട് നിത്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഞാനാണ്. ഞാൻ തന്നെ നിത്യയെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അവനുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയ ശേഷമാണ് ശരത്ത് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ശരത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശിയും പാർവതി അങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശരത്ത് പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശി പറയണേ, ഈ ചെറുക്കൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ആശ്വാസമുള്ളത് അല്ലേ പാർവതി? അതെ അമ്മേ, ഇവനിവിടെ ഉള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. പിന്നീട് ദേവികയും പ്രിയയും കൂടി ഏട്ടനെ കണ്ട് സംസാരിച്ച ശേഷം തിരിച്ചു വരികയാണ്. അപ്പോൾ ഏട്ടൻ സമ്മതിക്കുമെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ല. ദേവിക ചേച്ചി സംസാരിച്ചത് കൊണ്ടാണ് ഏട്ടൻ സമ്മതിച്ചത്. ഏട്ടൻ അങ്ങനെയൊന്നും സമ്മതിക്കുന്ന ഒരാളല്ല, കണിശക്കാരനാണ്. പക്ഷേ ദേവിക ചേച്ചി സംസാരിച്ച കാരണമാണ് ആ വീട്ടിൽ താമസിച്ചോളാൻ ഏട്ടൻ പറഞ്ഞത്. അവർ രണ്ടുപേരും കൂടി വരുന്ന സമയത്ത് ഓട്ടോ പെട്ടെന്ന് കേടാവുകയാണ്. ഓട്ടോ എത്ര നോക്കിയിട്ടും സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ഓട്ടോക്കാരൻ പറയാണ്, നിങ്ങൾ മറ്റേതെങ്കിലും ഓട്ടോ വിളിച്ചു പോയിക്കോ എന്ന് പറഞ്ഞ് ഓട്ടോയിൽ നിന്നും ഇറക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇറങ്ങി നിന്ന് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രിയയ്ക്ക് ആ പരിസരം പരിചയമുള്ളതുപോലെ തോന്നാണ് കേട്ടോ. അപ്പോൾ ദേവികയോട് പറയണേ, എനിക്കിവിടെ നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നു ചേച്ചി. അതെന്താ, നീ എന്തിനാണ് ഇവിടേക്ക് വരേണ്ട ആവശ്യം എന്താണുള്ളത്? അത് തന്നെയാണ് ചേച്ചി എനിക്കും തോന്നുന്നു. പക്ഷേ ഇവിടെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ ഇവിടെ വന്നതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ദേവിക, അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അറിയില്ല, എനിക്കെന്തോ ഇവിടെ നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് പ്രിയ അവിടെയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ഓട്ടോ സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ
ദേവികയും പ്രിയയും വീണ്ടും ആ ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ പ്രിയ അവിടെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്, ആ പരിസരം മുഴുവനും നോക്കുകയാണ്. എനിക്കിവിടെ നല്ല പരിചയമുണ്ടല്ലോ, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അപ്പോഴാണ് ശരത്ത് നിത്യയെ റെയിൽവേ ട്രാക്കിലിട്ട് കൂട്ടുകാരുടെ സൗണ്ട് കേട്ടപ്പോൾ ശരത്ത് അവിടെ നിന്നും ഓടി വരുന്നത് കാണിക്കുന്നത്. അപ്പോൾ ശരത്തിൻ്റെ കാലിൽ നിന്നും ആ ചെരുപ്പ് ഊരിയതൊക്കെയാണ് ആ സമയത്ത് കാണിക്കുന്നത്. അപ്പോൾ ശരത്ത് ആ ചെരുപ്പ് എടുക്കാതെയാണ് ഓടിപ്പോകുന്നത്. അപ്പോൾ ശരത്തിൻ്റെ ചെരുപ്പ് ഇപ്പോഴും അവിടെ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോയിൽ പോകുന്ന പ്രിയയും ദേവികയും പോകുന്ന സമയത്ത് പെട്ടെന്ന് പ്രിയയ്ക്ക് അവിടെ എന്തോ ഒരു തെളിവ് കിടക്കുന്നത് പോലെ ഇങ്ങനെ മനസ്സിലേക്ക് നിത്യ തോന്നിപ്പിക്കുകയാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.